ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെയും ദൈവകാര്യങ്ങളെയും കൂടുതൽ ശ്രദ്ധിക്കാൻ, ദൈവം തരുന്ന ഓർമ്മപ്പെടുത്തലുകൾക്ക് കാതോർമ്മയോടുകൂടെ കാത്തിരിക്കാൻ, അവിടുത്തെ നിർദ്ദേശങ്ങൾക്ക് ആനുപാതികമായിട്ട് ജീവിതത്തെ ഒന്ന് പുനർക്രമീകരിക്കാൻ, പുനർവായനയ്ക്ക് വിധേയമാക്കാൻ നമ്മളെ ക്ഷണിക്കുന്നു. നാം ഓരോരുത്തരും നമ്മിലേക്ക് മാത്രം അതീവ ശ്രദ്ധയുടെ ജാഗ്രതയുടെ ജീവിതം നയിച്ചിരുന്നിടത്തുനിന്ന് ദൈവത്തിലേക്കും ദൈവകാര്യത്തിലേക്കുമൊക്കെ ശ്രദ്ധ പതിപ്പിക്കുമ്പം അറിയാണ്ട് നമ്മൾ നിസ്വാർത്ഥരായിട്ട് മാറുകയാണ്. ശാരീരിക മാനസിക വൈകല്യമുള്ള മക്കളെ നോക്കിയിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ പലതും നിഷേധിക്കേണ്ടി വന്ന അമ്മയുടെ സങ്കടത്തിന് തമ്പുരാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ഉത്തരം, ആ അമ്മയുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പം അമ്മയ്ക്ക് ഒരുപാട് നിഷേധങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും, ഉപേക്ഷയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ ആ മക്കൾ എത്രയോ ഭാഗ്യപ്പെട്ടവരാണ്. ഈ അമ്മയും അപ്പനുമൊക്കെ മുഴുവൻ സമയവും ആ മക്കൾക്ക് വേണ്ടിയിട്ട് തങ്ങളുടെ കഴിവിനെ, സമ്പത്തിനെ, സമയത്തെ വിനിയോഗിക്കുമ്പം എന്തൊരനുഗ്രഹമാണ്. നാം ഓരോരുത്തരും നോമ്പുകാലത്ത് നമ്മിൽ നിന്ന് ഈ പരോന്മുഖതയിലേക്കൊക്കെ ജീവിതത്തെ അതീവ ശ്രദ്ധയോടെ ഒന്ന് മാറ്റിയാൽ സംഭവിക്കണ അത്ഭുതം മറിമറിയുന്നത് സങ്കല്പാതീതമായിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ സാധ്യതകളല്ലേ. ആഗ്രഹത്തോടെ നമുക്ക് ഈശോയോട് പറയും, ആ സന്നിധാനത്ത് അധിക നേരം അവിടുത്തെ വെറുതെ ഒന്ന് ഉള്ളിൽ മന്ത്രമായി ധ്യാനിച്ചുകൊണ്ട്, അകക്കാമ്പിൽ മിടിക്കുന്ന ആ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഈ നോമ്പുകാലത്ത് അവിടുത്തെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളാകാൻ അനുഗ്രഹം തരണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.